ഒരു മിണ്ടാട്ടവും അനക്കവുമില്ല. ഇതെന്താ എല്ലാവരും ഒരുമാതിരി മുനികളെ പോലെ? അല്ല, യാമിനിക്ക് മുനിമാരെയൊക്കെ പരിചയമുണ്ടോ? കണ്ണാശ്രമത്തിലാണ് ജനിച്ചത്. ശകുന്തളയെ പോലെ. ഞാൻ കണ്ണാശ്രമത്തിലോ സിദ്ധാശ്രമത്തിലോ ഒന്നുമല്ല ജനിച്ചത്. എല്ലാവരും മിണ്ടാതിരിക്കുന്നുണ്ട് മുനികളെ പോലെയാണോ എന്ന് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. എസ്റ്റേറ്റ് അക്കൗണ്ടുകളെല്ലാം ആകെ കൊഴിഞ്ഞു പറഞ്ഞു കിടക്കുക. ഞാനൊന്ന് ശരിയാക്കാൻ നോക്കിയ. എനിക്കാണെങ്കിൽ ചില അസൈൻമെന്റുകൾ ചെയ്തു തീർക്കാനും ഉണ്ട്. ഞാൻ അതിൽ എൻഗേജ്ഡും ആണ്. ഓരോരുത്തർ അവരവരുടെ ജോലികളില്ല. യാമിനിയും ജോലിയിലാണല്ലോ. സാരികൾ എടുക്കി വെക്കുക. ഋതുമോള് വീട്ടിൽ നിന്ന് പോയതോടെ വീട്ടിനകത്തൊരു ഒച്ച അനക്കൊന്നുമില്ല. എന്തോ വല്ലാത്തൊരു കുറവ് പോലെ. മനസ്സിലാണെങ്കി ഒരു വിങ്ങല. അത് പറയും. നിനക്ക് ഏത് നേരവും ഋതുമോള് കൂടെ വേണമായിരുന്നല്ലോ. അതാണ് പ്രശ്നം. ചെറിയമ്മേ എന്ന് പറഞ്ഞ് ഏത് നേരവും പുറകെ നടക്കുമായിരുന്നല്ലോ ശേഖരേട്ടാ. കുട്ടി പോയപ്പോ എന്തോ ഒരു സങ്കടം. നീ പറഞ്ഞാ ശരിയാ. മോളൂടെ ഉള്ളപ്പോ വീടിനകത്തേനൊരു ഓളം ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും സങ്കടം. ചേച്ചി വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ എടുത്ത് നടക്കുക. അംബിക അമ്മായിക്ക് ടെൻഷനോ? അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ പറഞ്ഞ സത്യമാ. ഫൈറ്റ് ചെയ്യാനുള്ള ആള് പോയില്ലേ. ഓ, അതാ ശ്രീമതി അംബിക വർമ്മയ്ക്ക് സങ്കടം. ഓ അങ്ങനെ. മോളുടെ വിശേഷങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ യാമിനി. ഇല്ല ശേഖരേട്ടാ. എപ്പോഴെപ്പോഴും വിളിച്ചാലേ അവിടെയുള്ളവർക്ക് എന്താ തോന്നാ. അതാ ഞാൻ വിളിക്കാത്തെ. ചേച്ചിക്ക് അവിടെ സന്തോഷം. ഞാൻ വിളിച്ചിരുന്നു. അവിടെയുള്ളവരെല്ലാം നല്ല ആൾക്കാരാ. ഒന്നുമില്ലെങ്കിലും സമാധാനം ഉണ്ടാവുമല്ലോ. അല്ല യാമിനി, ഈ അടുക്കള കാണൽ എന്നൊരു ചടങ്ങില്ലേ? ഉണ്ട്. ഏട്ടനോടും അമ്മയോടും അതിനെക്കുറിച്ച് ചോദിക്കാം. അല്ല, അത്താഴത്തിനുള്ള സമയമായില്ലേ? ഞാൻ ഫുഡ് എടുത്തു വെക്കാം. അപ്പു അച്ഛനെ വിളിച്ചോണ്ട് വാ. അതെല്ലാം ചേച്ചിയുടെ തോന്നല. ഞങ്ങൾക്ക് ചേച്ചി ഞങ്ങളുടെ അമ്മയെ പോലെ. എനിക്കും ശേഖരനും. പിന്നെ യവൻ കാണിച്ചു കൂട്ടുന്ന മര്യാദകേടുകൾക്ക് ഞാനും ശേഖരനും ശിക്ഷിക്കാറുണ്ട്. അത് ഞങ്ങൾ അവന്റെ അമ്മാവന്മാരായതുകൊണ്ടാണ്. അതിനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? അയ്യോ, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ പ്രതാപ. ഇവനിട്ട് ഓരോന്ന് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം. എന്നാലും ഇവൻ നന്നാവൂ. എപ്പോഴും ഏത് സമയത്തും എല്ലാവർക്കും എന്റെ മെക്കെട്ട് കയറാൻ അതെടുക്കാം. ചേച്ചി, അടുക്കള കാണലിന്റെ കാര്യം ഒന്ന് പറയേ ചേച്ചി. അടുക്കള കാണാൻ പോവാന്നൊക്കെ പറഞ്ഞ ഓരോ കീഴ്വഴക്കവും ആചാരവും ഒക്കെയാ. ആ ആചാരം നടപ്പിലാക്കണമെങ്കിൽ അതിനു മുൻപ് നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആചാരപ്രകാരം ആയിരിക്കണം. ഈ കല്യാണം നടന്നത് അങ്ങനെയല്ലല്ലോ, ആണോ? അല്ലെങ്കിലും ഇവിടെ എന്ത് കാര്യം വന്നാലും ചേച്ചി ഇങ്ങനെയാ. എതിരും കൊണ്ട് അപ്പ വരും. ഞാൻ ഇവിടെ വന്നിട്ട് കുറേ ദിവസങ്ങളായി. ഇതുവരെ കണ്ടുവന്നൊരു രീതി വെച്ച് ശേഖരൻ പറഞ്ഞത് 100% ശരിയാ. എന്ത് കാര്യത്തിനും എന്തു പ്രശ്നത്തിനും ഇവൾക്ക് എതിർപ്പാ. ഒരു തരം വൃത്തികെട്ട ഈഗോ. അങ്ങനെയല്ലമ്മേ ഞാൻ പറഞ്ഞത്. നിക്ക്, ഞാൻ പറയട്ടെ. ഒരാള് സംസാരിച്ചോണ്ടിരിക്കുമ്പോ അതിനിടെ കയറി തർക്കിക്കരുത്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയട്ടെ.
അംബികയ്ക്ക് ഋതുമോളോട് എന്തോ കടുത്ത പകയുള്ളത് പോലെയാ സംസാരവും പ്രവൃത്തി. ഒരുമാതിരി പഴയ കാലത്തെ അമ്മായിയമ്മമാരെ പോലെ. മനസ്സിന് കുഷ്ഠരോഗം ബാധിച്ചവരുടെ നാവീന്ന് വരുന്ന വാക്കുകൾ. ഋതുമോളോട് പക വരാനുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതൊക്കെ കഴിഞ്ഞില്ലേ, ഇനി അതങ്ങ് വിട്ടേക്കേ. ആ വക ഉടുക്കും കൊട്ടും പാട്ടും ഒന്നും ഇനി ഇവിടെ വേണ്ട. അതൊന്നും ഇനി ഇവിടെ ഏൽക്കില്ല. പ്രതാപ, അടുക്കള കാണൽ ചടങ്ങ് നടത്തണോ വേണ്ടയോന്ന് നീ തീരുമാനിക്കും. നീ ആ ഋതുമോളുടെ അച്ഛൻ. അങ്ങനെ പറയില്ലേ അമ്മേ. അമ്മ അങ്ങ് തീരുമാനിച്ചാ മതി. അമ്മ എടുക്കുന്ന തീരുമാനങ്ങൾ ഞങ്ങൾ എല്ലാവരും അനുസരിക്കും. അതെ അമ്മേ. വയറ് നിറച്ചു കിട്ടിയില്ലേ, ഇനി എണീറ്റ് വയ്ക്കും.